നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് മത്സരിക്കും. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ് ഇക്കാര്യം അറിയിച്ചത്. DYFI, SFI എന്നീ സംഘടനകളുടെ മുൻ സംസ്ഥാന സെക്രട്ടറി കൂടിയായിരുന്നു എം സ്വരാജ്. നിലമ്പൂർ സ്വദേശിയായ എം സ്വരാജ് തൃപ്പൂണിത്തുറയിൽ മുൻ MLA ആയിരുന്നു. രാഷ്ട്രീയ പോരാട്ടത്തിന് സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. നിലമ്പൂർ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ CPM മത്സരിക്കും. രാഷ്ട്രീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് നിലമ്പൂർ. സഖാവ് കുഞ്ഞാലിയുടെ നാടാണ്. PV അൻവർ ഇടതുമുന്നണിയെ വഞ്ചിച്ചു. അൻവർ ഒറ്റുകാരനാണ്. ഇടതുമുന്നണിയെ അൻവർ ഒറ്റുകൊടുത്തു. രാഷ്ട്രീയ യൂദാസാണ് അൻവർ. കാലുപിടിക്കുമ്പോൾ മുഖത്ത് UDF ചവിട്ടുന്നു എന്നാണ് അൻവർ ഇപ്പോൾ UDFനെ കുറിച്ച് പറയുന്നത്. ഇത്തരത്തിൽ അൻവറിനെ കടന്നാക്രമിച്ചുകൊണ്ടാണ് MV ഗോവിന്ദൻ എം സ്വരാജിന്റെ സ്ഥാനാർത്ഥിത്വം വാർത്താസമ്മേളനത്തിൽ പ്രഖ്യാപിച്ചത്. അൻവറിന്റെ ദയനീയ ചിത്രം കേരളം കാണുന്നുണ്ടെന്നും MV ഗോവിന്ദൻ പ്രഖ്യാപിച്ചു. ഇത് രാഷ്ട്രീയ പോരാട്ടമാണെന്ന് അദ്ദേഹം എടുത്തു പറഞ്ഞു. യുവാക്കൾക്കിടയിൽ സജീവമായി പ്രവർത്തിക്കുന്ന സ്വരാജ് സ്ഥാനാർത്ഥിയായി എത്തുമ്പോൾ തെരഞ്ഞെടുപ്പ് കടുക്കുമെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. CPM സ്ഥാനാർത്ഥിയായും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായും താൻ തെരഞ്ഞെടുപ്പുകളിൽ ജയിച്ചിട്ടുണ്ടെന്ന് എം സ്വരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഇടത് സർക്കാരിന്റെ ഭരണത്തിനുള്ള അംഗീകാരമായി തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ മാറും. ഉറച്ച ആത്മവിശ്വാസത്തോടെയാണ് മത്സരത്തിന് ഇറങ്ങുന്നത്. ഇടതുപക്ഷ മുന്നണിയുടെ പോരാട്ടം ആശയങ്ങൾക്കെതിരായി നിൽക്കുന്നവരോടാണെന്നും സ്വരാജ് മാധ്യമങ്ങളോട് പറഞ്ഞു. വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.